നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം അവരുടെ അന്വേഷണം ഊർജിതമാക്കുമ്പോൾ തന്ത്രിയും അന്നത്തെ മേൽശാന്തിയും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരികയാണ്. ഇവരെ രണ്ടുപേരെയും ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരെയും അന്നത്തെ മേൽശാന്തിയായിരുന്ന വാസുദേവൻ നമ്പൂതിരിയെയും ചോദ്യം ചെയ്യാൻ ഹൈക്കോടതിയുടെ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുകയാണെന്നുള്ള വിവരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. 2019 മെയ് 18 സ്വർണം പൊതിഞ്ഞ പാളികൾ ചെമ്പ് പാളികളായി മഹസറിൽ രേഖപ്പെടുത്തി സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. ഈ മഹസറിൽ തന്ത്രിയും മേൽശാന്തിയും ഒപ്പിട്ട് കൊടുത്തിരുന്നു. സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാണെന്ന് കാട്ടി മഹസറിൽ എഴുതിയിട്ടും എന്തിനാണ് തന്ത്രിയും മേൽശാന്തിയും അത് ഒപ്പിട്ട് നൽകിയത്? അങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കടത്താൻ ഇവർക്ക് സഹായകമായത്. ദേവസ്വം ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടന്ന ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികൾ എന്നാക്കി മാറ്റി സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ സാധിച്ചത്. ഈ ഗൂഢാലോചനയിൽ തന്ത്രിക്കും മേൽശാന്തിക്കും പങ്കുണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. എന്തുകൊണ്ടാണ് തന്ത്രിയും മേൽശാന്തിയും മഹസറിൽ ഒപ്പിട്ട് കൊടുത്തത്? അവിടെ നിന്ന് ഇത് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്ത്രി ഒപ്പിടാതെ നടക്കുകയില്ല. അപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയെയും മേൽശാന്തിയെയും സ്വാധീനിച്ചോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത്രയും നാൾ തന്ത്രിയും അന്നത്തെ മേൽശാന്തിയും ഇത് മറച്ചുവച്ചു എന്നുള്ള ആരോപണവും ഇതിനിടയിൽ ഉയരുന്നുണ്ട്. ഏതായാലും ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം ഇവരിൽ നിന്നെല്ലാം കൃത്യമായ മൊഴികൾ രേഖപ്പെടുത്തുമെന്നും ഇവരെ ചോദ്യം ചെയ്യുമെന്നുമുള്ള സൂചനകൾ ഉണ്ട്. തന്ത്രിയും അന്നത്തെ മേൽശാന്തിയും ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടുമെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞു കേട്ടിരുന്നത്. കാരണം അന്വേഷണം ദേവസ്വം ഉദ്യോഗസ്ഥരിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മാത്രം ഒതുങ്ങും എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിരുന്നു. എന്നാൽ ഹൈക്കോടതി കടുത്ത നിലപാട് കൈക്കൊണ്ടതോടെ തന്ത്രിയും അന്നത്തെ മേൽശാന്തിയും അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരികയാണ്. അതോടുകൂടി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസുവിനെയും അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നുള്ള സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. തന്ത്രിയും മേൽശാന്തിയും അറിയാതെ ഈ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്നും പുറത്തേക്ക് പോകില്ല എന്ന് ഈ വിവാദം ഉണ്ടായപ്പോൾ തന്നെ ശബരിമലയും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പലരും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തന്ത്രി ഇതിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് വരാതെ മാറി നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ തനിക്ക് ഇതിലൊന്നും യാതൊരു പങ്കുമില്ലെന്നും ആചാരപരമായ കാര്യങ്ങൾ മാത്രമാണ് തൻ്റെ ഇടപെടലെന്നും ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ്റെ ഭാഗമാണെന്നും അത് ബോർഡും ഉദ്യോഗസ്ഥനുമാണ് ചെയ്യേണ്ടതെന്നും അതുകൊണ്ട് തനിക്ക് ഇതിനെക്കുറിച്ച് കാര്യമായി ഒന്നും അറിയില്ല എന്നുമാണ് തന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഈ മഹസറിൽ തന്ത്രി പിന്നെ എന്തുകൊണ്ട് ഒപ്പിട്ടു? സ്വർണ്ണപ്പാളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് ചെമ്പുപാളിയാക്കിയപ്പോൾ ആ മഹസറിൽ ഒപ്പുവെക്കാൻ എന്തുകൊണ്ട് തന്ത്രി കണ്ഠരര് രാജീവര് തയ്യാറായി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇതേ ചോദ്യം പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയോട് ചോദിക്കും, മേൽശാന്തിയോടും ചോദിക്കും, അന്നത്തെ മേൽശാന്തിയോടും ചോദിക്കും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഇവർ രണ്ടുപേരെയും അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുമ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് ലഭിക്കുമെന്നും ശബരിമലയിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഇത്തരം തട്ടിപ്പ് മാഫിയയെ കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരാൻ തന്ത്രിയെയും മേൽശാന്തിയെയും ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്നത്.